ഞങ്ങളുടെ മുറിയിൽ നിന്നുള്ള വ്യൂ ആയത്. ഗുഡ് മോർണിംഗ് ബ്യൂട്ടീസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നാണ് ഞങ്ങളുടെ ഡേ 1 ആറ്റ് മനാലി. പാവം കുട്ടാപ്പി ഉണ്ട്, ഉറങ്ങിപ്പോയി. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, എന്നാലും ലൈക്ക് റിഹാൻ അഡ്ജസ്റ്റായി. അവൻ അല്ലെങ്കിലും പൊതുവേ നല്ല അഡ്ജസ്റ്റബിൾ, അപ്പം ഈ വെതറിനും അവൻ അക്കസ്റ്റമായി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ പോകുന്നത് ഹഡിംബ ദേവി ടെമ്പിളാണ്. ഓരോ പ്ലേസസ് ഞാൻ പോകും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം, സോ ദാറ്റ് നെക്സ്റ്റ് ടൈം നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് അക്കോർഡിംഗ്ലി സൈറ്റ് സീയിങ്ങിൻ്റെ പ്ലേസസ് അറിയാം. സോ ഗൈസ്, ഇതിൻ്റെ ഈ ട്രിപ്പിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പം തന്നെ ക്യാബ് ഓൾറെഡി ഞങ്ങൾക്ക് വേണ്ടി താഴെ വന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കാരണം നമുക്കൊന്നും അറിയണ്ട, അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്ന ആൾക്കാർ പലവരും പല റേറ്റ്സാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് അതൊന്നും പേടിക്കാനില്ല. ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് നമുക്ക് ക്യാബ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അതിൽ കയറി ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കറങ്ങാൻ കൊണ്ടുപോകും. ഇത് തന്നെ ഒരു യാക്കിൻ്റെ മുമ്പിലാണ്, അടിപൊളി. സോ ഗൈസ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പോയിന്റ്, ഹഡിംബ ദേവി ടെമ്പിൾ. ഇനി മുകളിലോട്ട് നമുക്ക് നോക്കാം. നമ്മളുടെ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിക്കുവാണ് ഹഡിംബ ദേവി ടെമ്പിൾ. നമ്മളുടെ എൻട്രൻസ് ഇവിടെ എല്ലാം ഇങ്ങനെ കുറേ പൈൻ ട്രീസ് ഉണ്ട്. എന്നിട്ട് ഈ ഇടയ്ക്ക് കൂടെ ഇല്ല അവിടെ കാണുന്ന അമ്പലം, പക്ഷെ അപ്പുറത്തിപ്പുറത്ത് എല്ലാം ഇങ്ങനെ കുറേ പൈൻ ട്രീസ് ഉണ്ട്. ഗൈസ്, ഇവിടെ ഒരു ചേച്ചി കൈകൊണ്ട് ക്യാപ്പൊക്കെ തുന്നിക്കൊണ്ടിരിക്കുക. ഈ അമ്പലത്തിൻ്റെ തൊട്ട് വെളിയിലായി ചേച്ചി ഇരുന്ന് ചെയ്യും, എന്നിട്ട് ഇത് തന്നെ വെക്കും. അവളുടെ ക്രിയേറ്റിവിറ്റി നോക്ക്, അടിപൊളി. അമ്പലത്തിലോട്ട് കയറാൻ നല്ല ക്യൂ ആ. ഇങ്ങനെ 4 ചുറ്റും ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ ഇച്ചിരി പേടിയാവും. ഈ അമ്പലം ഫുൾ വുഡ് വെച്ചുണ്ടാക്കിയതാണ്. എൻ്റെ റിഹാൻകുട്ടൻ അമ്പലം തൊഴാറായപ്പോൾ എണീച്ചല്ലോ. ഞങ്ങൾ മനാലിയുടെ ഔട്ട്ഫിറ്റ് ഒന്ന്, ഇവിടുത്തെ ആൾക്കാർ ഇടുന്ന പോലെ ഔട്ട്ഫിറ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് 3 പേരും ഇടും. റിഹാനും ഞാനും അരുണേട്ടനും. പേടി ഇതൊക്കെ എന്നെ ഇടിപ്പിച്ച്. ഇതെനിക്ക് ചേരുന്നുണ്ടോ ഗൈസ് പറയണേ. ബേബി ഗൈസ്, എന്നെ എന്തൊക്കെയോ ഇവർ ഇടിയിപ്പിച്ച് കമന്റ് ചെയ്ത് പറയണേ ഇതെനിക്ക് ചേരുന്നുണ്ടോ ഇല്ലോന്ന്. അരുണേട്ടന് ഒട്ടും താല്പര്യമില്ല, എന്നാലും ഞാൻ കുറെ റിക്വസ്റ്റ് ചെയ്തിട്ട് പുള്ളിയെ സമ്മതിപ്പിച്ചു എങ്ങനെയെങ്കിലും. ഗൈസ്, നമുക്ക് ഈ ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. 20 രൂപയുള്ളു. ഞാനും ഇട്ട് അരുണേട്ടനും ഇട്ട് കുട്ടാപ്പില്ല, ക്യാപ്പേ മാത്രം ഇട്ടോളൂ. ഇനി നമ്മൾ രണ്ടാമത്തെ സ്പോട്ടാണ് ഇന്ന് പോകുന്നത്. അതാണ് നമ്മളുടെ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി. നമ്മൾ മൊനാസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. അരുണേട്ടൻ ഗൈസ്, മൊനാസ്ട്രിയുടെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഒത്തിരി പീസ് ആൻഡ് കാം എൻവയറമെൻറ്റാണ്. നമ്മൾ ഇവിടെ വന്നാൽ ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാൻ തോന്നും. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലിംസ് കാണിക്കുക. നിങ്ങളിവിടെ ബാക്കി വന്നിട്ടെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. കുറച്ച് റിഹാൻ്റെ ഫോട്ടോ സെഷൻ ഞങ്ങൾ ചെയ്ത് ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാം. സോ ഗൈസ്, ഡേ 1 നമ്മൾ ഹഡിംബ ടെമ്പിൾ ചെയ്ത്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി കവർ ചെയ്ത്, അതുകൂടാതെ മോൾ റോഡും പിന്നെ വൻ വിഹാർ പറഞ്ഞൊരു ഫോറസ്റ്റ് ഏരിയ, അത് മോൾ റോഡിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്, അതും ചെയ്യാം. പക്ഷേ റിഹാൻ കുറച്ച് പ്രശ്നമായിരുന്നു, ഉറക്കം വന്നുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് അവനെയും കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഡേ 1 നിങ്ങൾ വരുമ്പം ഈ 4 സ്പോട്ട്സ് നിങ്ങൾ കവർ ചെയ്യാൻ നോക്കണം. പക്ഷേ ഈ 2 സ്പോട്ട് ഞങ്ങൾ വിട്ടേന്ന് വെച്ചാൽ 6-ാം തീയതി ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ആ ദിവസം ഞങ്ങൾക്ക് ഈ 2 പ്ലേസ് കവർ ചെയ്യാം. സോ ഡേ 1 നിങ്ങൾക്ക് വേണ്ടി ആണെങ്കിൽ ഫസ്റ്റ് ഹഡിംബ ടെമ്പിൾ പോകണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി എല്ലാം അടുത്തടുത്ത് അത് കവർ ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മളുടെ മോൾ റോഡിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ എല്ലാം നിങ്ങൾക്ക് കറങ്ങാം, കഴിക്കാം, കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ ഈ വൻ വിഹാർ പറഞ്ഞ ചെറിയ ഫോറസ്റ്റ് അത് കവർ ചെയ്യണം. അത് ഡേ 1 ആയിരിക്കും നിങ്ങളുടെ ഐറ്റിനറി. സോ ഹോപ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.